മെമ്മറി കാർഡിന്റെ അന്വേഷണ റിപ്പോർട്ടുണ്ടല്ലോ, ആ അന്വേഷണ റിപ്പോർട്ടിൽ 3 കോടതികളിലും ഇത് ഇല്ലീഗലായി ആ ആക്സസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഈ ഫോറൻസിക് അന്ന് ഫോറൻസിക്കിലേക്ക് അയച്ചപ്പോഴേ മെമ്മറി കാർഡ് നമുക്ക് ഫോറൻസിക്കിൽ റിപ്പോർട്ട് ഓൾറെഡി വന്നതാണല്ലോ, 3 പ്രാവശ്യമായിട്ട് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം. ആ, അത് ഓൾറെഡി നമ്മൾ ഹൈക്കോടതിയിലും അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്ന റിപ്പോർട്ടിലും അത് അന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ എന്തായാലും അത് നികേഷിന്റെ അടുത്ത് പറയാം, നികേഷിനോട് പറയണല്ലോ. യു ആർ ഡിസർവിംഗ് പേഴ്സൺ എന്ന നിലയിൽ ഞാൻ പറയാണ്. ഇന്നലെ നമ്മൾ അത് ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും തന്നില്ലായിരുന്നു. ആദ്യം ഞങ്ങൾക്ക് ഈ എൻക്വയറി റിപ്പോർട്ട് തന്നെ തന്നില്ല. അങ്ങനെ നമ്മൾ എൻക്വയറി റിപ്പോർട്ടിന് അപേക്ഷ വെച്ചപ്പോൾ അത് റിജക്ട് ചെയ്തായിരുന്നു കോടതി, ഈ എൻക്വയറി അതോറിറ്റി. അപ്പൊ നമ്മൾ അതിനെ ചലഞ്ച് ചെയ്താണ് ഹൈക്കോടതി പോവുകയും ഹൈക്കോടതി അത് തരാനായിട്ട് പറയുകയും അങ്ങനെ എൻക്വയറി റിപ്പോർട്ട് തരികയും ചെയ്തു. അപ്പൊ ഇത് ഓളി നമ്മുടെ വിക്ടിമിന്റെ ഒരു പ്രൈവസിയെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഈ എൻക്വയറി റിപ്പോർട്ട് നമ്മൾ വിക്ടിമിന്റെ കയ്യിലാണ് ഇതിന്റെ കോപ്പി നമ്മൾ വെച്ചിരിക്കുന്നുണ്ടായത്. പക്ഷെ അത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൂടി പെർയൂസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലീഗൽ സ്റ്റെപ്സ് എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് കരുതി സ്റ്റേറ്റ്മെന്റിനെ അപേക്ഷിച്ചപ്പോൾ സ്റ്റേറ്റ്മെന്റ് റിജക്ട് ചെയ്യപ്പെട്ടു. അപ്പൊ ഇപ്പൊ നമ്മൾ അത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ റിപ്പോർട്ടിനെ ചലഞ്ച് ചെയ്തുകൊണ്ടും റിപ്പോർട്ടിൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ല, ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി റിപ്പോർട്ട് മാത്രമാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം തന്നെയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐ എ ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയുള്ള ഐ എം ഫയൽ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ടുണ്ട്. അതിൽ ഐ എ നമ്പറും വീണിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇതിനകത്ത് ഇപ്പോൾ അതിജീവിതയുടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ആധാരമാക്കിയിട്ടുള്ള മൊഴിപ്പകർപ്പുകൾ കൂടി ലഭ്യമാക്കണം എന്നുള്ളതാണ്. ഒന്ന്. രണ്ട്, ഇതിനകത്ത് നേരത്തെ ദിലീപിനെ ഹർജിയാക്കിയിരുന്നു, 8ാം പ്രതിയെ. ദിലീപ് അത് നമ്മൾ ഫയൽ ചെയ്തിട്ടില്ല കേട്ടോ. അത് നമ്മൾ ദിലീപിനെ മാറ്റുന്നതിന് നമ്മൾ ആരൊക്കെയോ തെറ്റായിട്ടുള്ള വാർത്ത കൊടുത്തതാണ്. അത് നമ്മൾ അങ്ങനത്തെ ഒരു ഹർജി ഞങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല. ദിലീപ് ഇതിനകത്ത് എങ്ങനെയാണ് ദിലീപ് എതിർകക്ഷിയായി വരിക? അതില് ഈ 445 എന്ന് പറഞ്ഞ നമ്മളുടെ ഈ കേസ് ഫയൽ ചെയ്തത് ഞാനാണല്ലോ. അതിൽ നമ്മൾ ദിലീപ് എയ്റ്റോ അല്ലെങ്കിൽ എനി അതർ അക്യൂസ്ഡോ അതിൽ ഞാൻ ഫയൽ ചെയ്ത സമയത്ത് അതിൽ പ്രതി അല്ലായിരുന്നു. അതിനുശേഷം ഇംപ്ലീഡിങ് പെറ്റീഷൻ കൊടുത്ത് എയ്റ്റ് ഇംപ്ലീഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോ അന്ന് ഇത് മെമ്മറി കാർഡ് ഫോറൻസിക്കിലേക്ക് അയക്കുന്നതിന് വേണ്ടിയുള്ള പെറ്റീഷൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫയൽ ചെയ്ത ആ ഹർജിയും ഈ 445 എന്ന് പറയുന്ന ഈ ഹർജിയും ഒരുമിച്ചാണ് വന്നത്. ആ സമയത്ത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിൽ വന്നു കഴിഞ്ഞപ്പോ ഈ മെമ്മറി കാർഡ് ഫോറൻസിക്കിലേക്ക് പോകുമ്പോൾ അതിൽ പ്രതിയാണ്. ഓൾറെഡി 118 എന്ന് പറഞ്ഞ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ പ്രതിയാണ് എന്നതുകൊണ്ട് ഇദ്ദേഹത്തിനെ കൂടി കക്ഷി ഇറക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ട ഒരു 2-3 ദിവസത്തെ ആർഗ്യുമെന്റ് നടന്നതായത്. അങ്ങനെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അദ്ദേഹത്തിനെ കൂടി അതിന് പാർട്ടിയാക്കുകയാണ് ചെയ്തത്. അപ്പോ ഇതിലിനിപ്പോ ഈ എൻക്വയറി നടന്ന റിപ്പോർട്ട് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് യഥാർത്ഥത്തിൽ ഈ പ്രതിയുടെ പരാമർശങ്ങളൊന്നും ആ റിപ്പോർട്ടിൽ ഇല്ല. സോ അതിന് ഇൻവെസ്റ്റിഗേഷനിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രൊസീജിയറിലും 8ാം പ്രതിയുടെ ഒരു ആവശ്യം ഇല്ലാത്തതാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ ഒരു പെറ്റീഷൻ ഇപ്പൊ തൽക്കാലം ഫയൽ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ആ റിപ്പോർട്ടിലേക്ക് കടന്നാൽ റിപ്പോർട്ട് തൃപ്തികരമാണോ? റിപ്പോർട്ടിൻ്റെ നടപടി ഞാനൊരു എൻ്റെ ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ. അതായത് റിപ്പോർട്ട് നടപടികൾ എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റിപ്പോർട്ട് ആധാരമാക്കിയിട്ടുള്ള മൊഴിപ്പകർപ്പ് ലഭ്യമാക്കിയിട്ടില്ല. ഇത് രണ്ടും മാത്രമാണോ ചോദിക്കുന്നത് ഇപ്പോൾ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ആ റിപ്പോർട്ടിൽ ഞങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്ന വിക്ടിം മീൻസ് അതിജീവിത ഫയൽ ചെയ്തിരിക്കുന്ന പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സ് തന്നില്ല, 2 ഞങ്ങളെ കേട്ടില്ല. അപ്പൊ ഹൈക്കോടതി അന്ന് ജഡ്ജ്മെന്റ് പറഞ്ഞപ്പോ സ്പെസിഫിക്കലി പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് റിട്ടേൺ വെർഷൻ കൊടുക്കാനായിട്ട് അനുവദിക്കണം, ഞങ്ങളെ കേൾക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഏതൊരു എൻക്വയറിയിലും പരാതിക്കാരനെ കേൾക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായ കാര്യമാണ്.
അത് ഞാൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു, നമ്മളെ കേൾക്കണം, ഞങ്ങൾക്ക് വിശദമായിട്ട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടും നമ്മളെ കേട്ടില്ല. അപ്പൊ അത് മാത്രമല്ല, പിന്നെ ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റും തന്നില്ല. സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടാണല്ലോ ഞങ്ങൾക്ക് ചലഞ്ച് ചെയ്യുമ്പോൾ ലീഗൽ ഹർഡിൽസ് വരാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല. അപ്പൊ നമുക്കറിയാലോ ഈ FIR ഇപ്പൊ എന്തിനാണ് ദിലീപ് സുപ്രീം കോടതി വരെ പോയത്? പ്രതിക്ക് അതിന്റെ കോപ്പി കിട്ടാൻ റൈറ്റ് ഉണ്ടെന്ന് വേണ്ട. അതുപോലെ തന്നെ വാദിക്കും ഇതില് വന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന ആളുകളുടെ മൊഴി. ഇതൊരു സാധാരണ എൻക്വയറിയാണ്. അതല്ലാതെ ഇതിനൊരു കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇതിനെ കണക്കാക്കേണ്ട കാര്യമില്ല എന്ന് ഒന്ന് അനുവദിച്ച സമയത്ത് കോടതി പറഞ്ഞതാണ്. അപ്പൊ അതില് സ്റ്റേറ്റ്മെന്റും അതൊരു സ്റ്റേറ്റ്മെന്റായി റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന് കംപ്ലൈനന്റ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ച് ആ സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ അവർക്ക് അർഹതയുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കോടതി പറഞ്ഞു അത് ഹൈക്കോടതിയിലേക്ക് അയച്ചേക്കാണ്, കോൺഫിഡൻഷ്യൽ രേഖയാണെന്ന് പറഞ്ഞാണ് ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നത്. ഇനി അത് നമ്മൾ ഫയൽ ചെയ്തേക്കാണ്. ലെറ്റ് ദ കോർട്ട് ഡിസൈഡ്. അത്രത്തെ നമുക്ക് പറയാൻ പറ്റണം. ഇതിനകത്ത് ഇപ്പോൾ ഇല്ലീഗലായ ആക്സസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുക മാത്രമാണോ അതിജീവിതയുടെ ആവശ്യം, അതോ ഈ ഇല്ലീഗൽ ആക്സസ് എന്തിനായിരുന്നു എന്ന് കണ്ടെത്തുകയാണോ? ഇപ്പോൾ കോടതി എത്തിയിരിക്കുന്ന നിഗമനം, സെഷൻസ് കോടതി എത്തിയിരിക്കുന്നത് ഇല്ലീഗലായ ആക്സസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കോടതി കടന്നിട്ടില്ല. അതിൽ അതിജീവിതയ്ക്ക് തൃപ്തിയുണ്ടോ? നികേഷേ, അത് ശരി. നികേഷിന്റെ റിപ്പോർട്ട് എടുക്കുമ്പോ ഞാൻ വിചാരിച്ചു റിപ്പോർട്ട് നികേഷിന്റെ കിട്ടിയെന്ന്. ആ ഇല്ലീഗൽ ആക്സസ് നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ആരാണ് ചെയ്തതെന്നും കോടതി കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല, അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് ഓൾറെഡി ആ റിപ്പോർട്ടിലുണ്ടല്ലോ. അതെ, അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം അവിടെയല്ല. അതായത് ആരാണ് ഈ പറയുന്ന ഇല്ലീഗൽ ആക്സസ്? ഇപ്പൊ ഞാനാണ് ഇല്ലീഗൽ ആക്സസ് ചെയ്തിട്ടുള്ളതെങ്കിൽ എനിക്കിത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇല്ലീഗൽ ആക്സസ് ആണോ, അതോ എനിക്കിത് ചോർത്താൻ വേണ്ടിയിട്ടുള്ള ഇല്ലീഗൽ ആക്സസ് ആണോ? ഞാൻ ഉപയോഗിച്ച ഡിവൈസ് എന്താണ്? ഞാൻ ഉപയോഗിച്ച ഡിവൈസ് നിങ്ങൾക്ക് പിടിച്ചെടുക്കണ്ടേ? അതാണ് നമ്മളുടെ കേസ്. എന്തിനാണ് ഞങ്ങൾ ഫയൽ ചെയ്തേക്കുന്നത്? ഫയൽ ചെയ്തിരിക്കുന്നത് കോടതി ഓൾറെഡി ഫാക്ട് ഫൈൻഡിങ് നടന്നു കഴിഞ്ഞു. ഒരു ഫാക്ട് ഫൈൻഡിങ് നടന്നു കഴിഞ്ഞ് ഇന്ന ആളുകൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ പിന്നെ എന്ത് വേണം? അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ആര് ചെയ്തു, അവരുടെ മോട്ടീവ് എന്തായിരുന്നു, എന്തിനു വേണ്ടി ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതില് ഏറ്റവും പലരെയും ഇങ്ങനെ പ്രതിയാണെന്ന് പറയുന്നത് അവരുടെ ചില ആളുകളുടെ ഒന്നും മൊഴി രേഖപ്പെടുത്തിയതായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരിക്കുന്ന ഒരാള്, അദ്ദേഹം ജില്ലാ ജഡ്ജി ആയിരുന്ന സമയത്തുള്ള PS അങ്ങനെ ഒരാളാണ് ഇതിലൊരു പ്രതി എന്ന് പറയുന്നത്. അപ്പൊ അയാള് ഈ ജഡ്ജി പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ് അയാൾ മൊഴി കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ആ മൊഴി കിട്ടിയിട്ടില്ല കേട്ടോ, അത് ഞാൻ പറയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും ഈ ജഡ്ജിയുടെ മൊഴി ഒന്നും എടുക്കണല്ലോ. ജഡ്ജിയുടെ മൊഴി എടുത്തിട്ടില്ല. ജഡ്ജിയുടെ മൊഴി എടുക്കാതെ അതെങ്ങനെയാണ് ജഡ്ജിയുടെ PS ആണെന്ന് പറയാൻ കഴിയുക? ജഡ്ജി അങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ കഴിയുക? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അതിലുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ ഞങ്ങളുടെ ആവശ്യം സ്പെസിഫിക് ആണ്. കോടതി ഡയറക്റ്റ് ചെയ്തു. കോടതി ആ റിട്ട് പെറ്റീഷൻ ക്രിമിനൽ 445/22 എന്ന് പറഞ്ഞ കേസിൽ ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി മാത്രമല്ല സബ്സിക്വന്റ് ഇൻവെസ്റ്റിഗേഷൻ കൂടി തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി പിന്നെ അവര് നിസ്സാര വിഷയമല്ലല്ല. ഒരു ട്രയൽ കോടതിയിൽ ആ കേസ് ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോടതിയിലെ സൂപ്രണ്ട് ആണ് അദ്ദേഹത്തിന്റെ ഫോണിലിട്ടിട്ട് കണ്ടത്. അത് അന്ന് തന്നെ മനസ്സിലായി കാണുമല്ലോ. അന്ന് തന്നെ ഇത് വലിയ ഇഷ്യൂ ആയതല്ലേ, മനസ്സിലായി കാണും. അയാൾ ഒരു കാരണവശാലും അയാളുടെ കയ്യിലുള്ള ഈ എവിഡൻസുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആരായിരുന്നു? അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷം അയാൾ തോട്ടിലെറിഞ്ഞു കളഞ്ഞാല്, കുളത്തിലെറിഞ്ഞു കളഞ്ഞാല് അത് ഇത്രയും വൈകിയത് കൊണ്ടല്ലേ അത് അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ തെളിവ് നശിപ്പിക്കല്ലേ? ഇത് മറ്റാരോടും നമ്മളിപ്പോ എന്നെ പോലൊരാള് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് സംസാരിക്കേണ്ട കാര്യമില്ല. ഇതൊരു കോമൺ സെൻസ് അല്ലേ?